മൺസൂൺ ഓഫർ. ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് ടെസ്റ്റുകൾക്ക് 150 രൂപ മാത്രം. ലാബ്സ് MHL, എറിയാട്, കാര, അസ്മാബി കോളേജ്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ജില്ലാ സബ് ജഡ്ജി താലൂക്ക് ആശുപത്രി സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ 5 നില കെട്ടിടവും ICU യൂണിറ്റും രോഗികൾക്ക് തുറന്നു കൊടുക്കാത്ത സാഹചര്യവും നിലവിലെ പോരായ്മകളും പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി ചുമതലയുള്ള സബ് ജഡ്ജ് താലൂക്ക് ആശുപത്രി സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം 2021 പൂർത്തിയായിട്ടും മുകളിലെ ICU ഉൾപ്പെടെ 4 നിലകളും സാങ്കേതിക കാരണങ്ങൾ മൂലം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം സംബന്ധിച്ച് ആശുപത്രി അധികാരികളോട് സബ് ജഡ്ജ് വിശദീകരണം തേടി. 1-ാം നിലയിലെ ICU, 2-ാം നിലയിലെ വയോജനങ്ങൾക്കുള്ള ചികിത്സാ വിഭാഗം, 3-ാം നിലയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള വാർഡ്, 4-ാം നിലയിലെ ജനറൽ വാർഡ് എന്നിവ തുറന്ന് പ്രവർത്തിക്കാത്തത് മൂലം രോഗികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പൊതുപ്രവർത്തകരായ ഇസാബിൻ അബ്ദുൽ കരീം, PA സീതി മാസ്റ്റർ, CS തിലകൻ തുടങ്ങിയവർ ജില്ലാ ജഡ്ജിയെ ബോധ്യപ്പെടുത്തി. പുതിയ കെട്ടിടത്തിന് മുൻപിൽ 30 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഇരുമ്പ് പന്തൽ പൊളിച്ചു മാറ്റിയ ശേഷമാണ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അനുമതി കിട്ടിയത്. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നിർമ്മാണത്തിലെ പിഴവാണ് 30 ലക്ഷം രൂപ പാഴായി പോകാൻ കാരണമായത്. 2 ലിഫ്റ്റുകളും റാമ്പും ഉണ്ടെങ്കിൽ മാത്രമേ ICU ഉൾപ്പെടെയുള്ള മുകളിലത്തെ നിലകൾ പ്രവർത്തിക്കാനാവൂ എന്നിരിക്കെ 1 ലിഫ്റ്റ് മാത്രം നിർമ്മിച്ച് ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത് നിർമ്മാണ ചുമതല നിർവഹിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലമാണ്. 5-ാമത്തെ നിലയിൽ കവർ പോലും പൊട്ടിക്കാതെ കൂട്ടിയിട്ടിരിക്കുന്ന 100-ലധികം കട്ടിലുകൾ, കിടക്കകൾ, കസേരകൾ ഉൾപ്പെടെയുള്ള ആശുപത്രി ഉപകരണങ്ങൾ വെറുതെ കിടന്ന് നശിച്ചു പോകുന്ന അവസ്ഥയും സബ് ജഡ്ജി പരിശോധിച്ചു. ഹർജിക്കാരുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത്, EK സോമൻ മാസ്റ്റർ, KT സുബ്രഹ്മണ്യൻ എന്നിവരും സന്നിഹിതരായി മൊഴി നൽകി. വിശദമായ റിപ്പോർട്ട് ഈ മാസം 20-ന് ചീഫ് ജസ്റ്റിസ് മുമ്പാകെ സമർപ്പിക്കും.